അപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എക്സാം എവിടെ വെച്ച് നടക്കും, അല്ലെങ്കിൽ എന്നാണ് പരീക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും തരാൻ പോകുന്നത്. നിരവധി മെസ്സേജുകൾ ഇതിനെ സംബന്ധിച്ച് മാത്രം വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓരോരോ ഉദ്യോഗാർത്ഥിയും ചോദിച്ചതായിട്ടുള്ള കാര്യമാണ്. RPFൻ്റെ എക്സാം സെൻറ്റർ എവിടെയായിരിക്കും വരിക എന്നുള്ള കാര്യം ചോദിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. ഇതുപോലെ തന്നെ വിവിധ സംശയങ്ങൾ ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സുഹൃത്തും ഈ സെയിം സംശയം ചോദിച്ചിട്ടുണ്ട്. എക്സാം സെൻറ്റർ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ദൂരം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലെ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എപ്പോഴായിരിക്കും പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഒന്ന്, പരീക്ഷാ സെൻറ്റർ അടുത്ത് കിട്ടുമോ, അടുത്ത് പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നതാണോ, അങ്ങനെയെങ്കിൽ പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ എക്സാം ഇപ്പോൾ അടുത്ത് വരുമോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും RPFൻ്റെ നോട്ടിഫിക്കേഷനാണിത്. RPFൻ്റെ കോൺസ്റ്റബിൾ തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ പരീക്ഷ എവിടെ വെച്ചിട്ടാണ് നടക്കുക എന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്താണോ, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ പോകേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും പരീക്ഷാ സെൻറ്റർ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും, ആ കാര്യത്തിൽ വിഷമിക്കേണ്ട. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് അറൗണ്ട് കൂടിപ്പോയ ഒരു 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പരീക്ഷാ സെൻറ്റർ, അതായത് കേരളം വിട്ട് പുറത്തായിരിക്കുമോ എക്സാം എന്നാണ് അധിക പേർക്കുമുള്ള സംശയം. കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. മെയിൻലി കേരളത്തിൽ എന്തായാലും നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോഴാണ് പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പരീക്ഷ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ റെയിൽവേ തന്നെ പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. പരീക്ഷയുടെ കാര്യം ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, അതായത് പരീക്ഷയുടെ കാര്യം പുറത്തു വിട്ടിട്ടില്ല. അത് റെയിൽവേ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഫർമേഷൻ ഓൺ എക്സാമിനേഷൻ ഷെഡ്യൂൾ ആൻഡ് വെന്യൂ വിൽ ബി ഗിവ് ദി എലിജിബിൾ കാൻഡിഡേറ്റ്. അത് കൃത്യമായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് RPFൻ്റെ വെബ്സൈറ്റിലൂടെയും അതുപോലെ SMS-ലൂടെയും പിന്നെ ഇമെയിലിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും 02/2024 ആണ് നോട്ടിഫിക്കേഷൻ. 2024 നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ മിനിമം ഈ വർഷം കൊണ്ട് തന്നെ തീരേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വർഷം, അതായത് റെയിൽവേൻ്റെ പുതിയൊരു പോളിസി മുമ്പ് വന്നത് നമ്മൾ ഒരു ന്യൂസായിട്ട്, അതായത് ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ വിളിക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ അതാത് വർഷം തന്നെ വിളിച്ച് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും തീർത്തി, അതായത് നമ്മുടെ SSC ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ SSC GD കോൺസ്റ്റബിൾ നിങ്ങൾ കാണുന്നതാണ്. ഓരോരോ വർഷം ഓരോരോ GD കോൺസ്റ്റബിൾ വെച്ച് വരുന്നുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ വരുമെന്ന് മുൻപൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് റെയിൽവേ പോകുന്നതെങ്കിൽ ഈ വർഷം തന്നെ ഇതിൻ്റെ പരീക്ഷയുണ്ടാകും. ഈ വർഷം അവസാനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാമിനേഷൻ സിറ്റി നമുക്ക് അടുത്ത് തന്നെ കിട്ടും. ആ കാര്യത്തിൽ നിങ്ങൾ പാനിക് ആവേണ്ട, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, അടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ കൂടുതലാണെന്നുള്ള കാര്യം പലരും പറയുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കഴിഞ്ഞ തവണ കൂടുതലായിരിക്കാം, ഈ തവണ അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാണ് ഇത്തവണ വേക്കൻസി വന്നിട്ടുള്ളത്, നമ്മുടെ സോൺ ബേസിലല്ല. എനിവേ ആ ഒരു കാരണം കൊണ്ടൊന്നും കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയില്ല. ഒരു മിനിമം കട്ട് ഓഫ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. കാരണം ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഫിസിക്കലാണ് പറയുന്നത്. I think 5.5 മിനിറ്റൊക്കെയാണ് നമുക്ക് 1600 മീറ്റർ ഓടി തീർത്താനായിട്ട് ഏകദേശം തരുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. ഫിസിക്കലിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നതാണ്. നമ്മൾ മുൻപ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. 5 മിനിറ്റും 45 സെക്കൻഡുമാണ് 1600 മീറ്റർ ഓടി തീർത്താൻ പുരുഷന്മാർക്ക് നൽകുന്നത്. പിന്നെ 800 മീറ്റർ ഓടി തീർത്താനായിട്ട് 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഓടി തീർത്താൻ പറ്റുന്ന ഓട്ടമാണ് ഫീമെയിൽസിന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്നും ഇരുന്ന് പഠിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നില്ല. പഠിച്ചാൽ മാത്രമേ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതിനായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. പഠനം കൊണ്ട് നമുക്ക് എക്സാമിനേഷൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിന് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് ഓഫ് ഉദ്യോഗാർത്ഥികളെ എന്തായാലും എക്സാം കഴിഞ്ഞാൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാമിനെ കുറിച്ചുള്ള സംശയം മാറിയെന്ന് കരുതുന്നു. എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ കിട്ടാനാണ് സാധ്യത
സാധ്യത കൂടുതലും. കൂടിപ്പോയ ഒരു 100 കിലോമീറ്റർ സറൗണ്ടിലൊക്കെ കിട്ടാനാണ് സാധ്യത കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്ന് നടക്കുമെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എനിവേ ഈ വർഷ അവസാനത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിരവധി പേര് ഈ കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഒരു കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്തത്.